മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. സർവീസായിട്ടാണ് ചെയ്ത് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച്, അതുപോലെ എയർ ഫിൽറ്റർ, പ്ലഗ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്ലച്ചിൻ്റെ ഭാഗത്താണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ട് നമുക്ക് എയർ അടിച്ചിട്ട് അതിൻ്റെ വേരിയബിൾ പോയി റോളർ വെച്ചിട്ട് അതുപോലെ ഓട്ടോള ചെക്ക് ചെയ്തിട്ട് നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫുള്ളായിട്ട് എയർ അടിച്ചിട്ട് ചെയ്യണം. അതുപോലെ ബെൽറ്റായാലും ബെൽറ്റിന് ചെറിയൊരു കംപ്ലൈൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഈ ലെയർ കൂടെ ചെറിയൊരു ലെയർ കൂടെ ചെറിയൊരു ക്രാക്ക് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ കാണുന്നത് ചെറിയൊരു ക്രാക്കാണ്. അതായത് നിലവിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുത്ത സർവീസ് വരെ ഉപയോഗിക്കാതെ സർവീസ് കറക്റ്റ് ആണെങ്കിൽ നമുക്കത് അടുത്ത സർവീസ് വരെ ഉപയോഗിക്കാതെ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്കാണ്, നല്ല രീതിയിൽ ബ്ലോക്കായിട്ടിരിക്കുകയാണ്. അത് എയർ ഫിൽറ്റർ മാറ്റിക്കളയണം. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റണം. കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പ്ലഗ് നമുക്ക് മാറ്റണം. പ്ലഗ് കൂടി നമുക്ക് എടുപ്പിച്ചാൽ അതുപോലെ എൻജിൻ്റെ ഈ സൈഡുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഓയിൽ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു കവർ അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗ്യാസ്കറ്റ് വരുന്നുണ്ട്. ഒരു റബ്ബർ ഗ്യാസ്കറ്റാണ്. അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളും ടൈറ്റാണ്. ഫ്രണ്ട് ബ്രേക്ക് നല്ല ടൈറ്റായിട്ടും ഈ 2 കേബിളും നമുക്ക് മാറ്റാം. അതിന് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കേബിൾ മാറ്റണം. അതുപോലെ ഫ്രണ്ടിലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്താൽ മതി. ബ്രേക്ക് ഷൂട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഷോപ്പ് നോക്കുമ്പോൾ ഈ ഷോപ്പിലുണ്ട് പുഷൊക്കെ 40 കണക്കാണ്. ഇതെൻ്റെ ഷോപ്പിൻ്റെ 2 പുഷും മാറ്റണം. അതുപോലെ ഈ പുഷ് നമുക്കൊന്ന് അയച്ച് പീസ് ചെയ്താൽ മതി. വേറെ കുഴപ്പമില്ല. ഒന്ന് അയച്ച് പീസ് ചെയ്താൽ മതി. വേറെ ഷോപ്പിൻ്റെ 2 പുഷും മാറ്റം. ഇപ്പോൾ ഒരു ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബാറ്ററി ഇരിക്കുന്നത് ആംബ്രോണിൻ്റെ 2018 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ അതിന് സെൽഫ് വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി കണ്ടീഷൻ കൂട്ടൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ഇത് വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.80 വോൾട്ടാണ് ടെസ്റ്റ് ആണ്. ബാറ്ററി ടെസ്റ്റ് ലോഡിലേക്ക് വരുന്നുണ്ട്. ഇതാണോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാതെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ റെഡ് ലൈറ്റാണ് കട്ട് ചെയ്യുന്നത്. കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്. സെൽഫ് വർക്കിംഗ് ആണ്. സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി നോക്കിയായിരിക്കാം. ഓക്കെ. പിന്നെ അതിന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. മാറ്റിക്കൊണ്ട് റീസെൻ്റ് പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അതിനായിട്ട് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ, പ്ലഗ്, ബാക്കിൽ 2 ബ്രേക്ക് കേബിൾ അതൊക്കെയാണ് വേണ്ട. ഫ്രണ്ട് ഷോക്കപ്പിൻ്റെ പുഷ് ഒക്കെ നമുക്ക് മാറ്റാം. ബാക്കിലെ ടയറും അത്യാവശ്യം മോശമായിട്ട്. പിന്നെ അതുപോലെ ബാക്കിലെ ബ്രേക്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം. ആ ഫ്രണ്ട് അയച്ചത് കൊണ്ടാണ് ഇപ്പോൾ ബാക്ക് അയക്കാറ്. അത് കഴിഞ്ഞാൽ ആ ബാക്കിലെ ബ്രേക്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്യും. ഇപ്പം നിലവിൽ വേണ്ട വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയി.